നമസ്കാരം. ഇനി യാത്ര പറഞ്ഞിടട്ടെ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ. രമണീയ വനങ്ങളെ രണൽ ഭ്രമര വ്യാകുലമാം സുമങ്ങളെ യാത്ര ചൊൽവു ഞാൻ. ആശാന്റെ സീത ഈ മണ്ണിനോടും പ്രകൃതിയോടും യാത്ര പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മുടെ ലോകം ആദരിക്കുന്ന മേയറൂട്ടിയും അവസാനമായി നമ്മോട് യാത്ര പറഞ്ഞ് നഗരം വിടാൻ ഒരുങ്ങുകയാണ്. സൂര്യഭഗവാനായ കാരണഭൂത ഞാനിതാ പോകുന്നു. പാർട്ടിയുടെ ദിവസ്പതിയായ ഗോവിന്ദ വിടതരൂ പോട്ടെ ഞാൻ. എനിക്കായി കുമ്മിയടിച്ച കമ്മികളെ യാത്രാമംഗളങ്ങൾ. രണൽ ഭ്രമര വ്യാകുലമാം സഖാക്കളെ ചുവപ്പൻ സുമങ്ങളെ യാത്ര ചൊൽവു ഞാൻ. ഇങ്ങനെ ഇനി തിരിച്ചെത്താനാകാത്ത ഏതോ തീരങ്ങളിലേക്ക് സഖാത്തി യാത്രയാവുകയാണ്. അനന്തപത്മനാഭൻ്റെ മണ്ണിനെ കാത്തുപോറ്റിയവൾ, സഖാക്കൾക്കായി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചവൾ, മേയറുടെ കറുത്ത ഗൗൺ ഊരിവെച്ച് റെഡ് വോളണ്ടിയറായി പാർട്ടിയെ സേവിച്ചവൾ, KSRTC ബസ്സിലെ മെമ്മറി കാർഡ് വിഴുങ്ങിയവൾ, എന്തെല്ലാം വില്ലത്തരങ്ങളിലൂടെയാണ് അന്തങ്ങളുടെ ഈ ഓമനയായ മേയറൂട്ടി തലസ്ഥാനം 5 വർഷം ഭരിച്ചത്. ഞാൻ കോഴിക്കോടിന് പൊയ്ക്കോട്ടെ എന്ന് ആര്യ പാർട്ടിയോട് ചോദിച്ചു പോലും പാർട്ടി വിഷയം ഗൗരവമായി പരിഗണിക്കുകയാണ്. എൻ്റെ പൊന്നോ, കെട്ടിച്ചയച്ച് ഒരു കുട്ടിയുമായ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് പാർട്ടിയുടെ അനുവാദം ചോദിച്ചത്രേ. അതാണ് ഈ പാർട്ടി. കുടുംബമെന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ അംഗീകരിക്കാതിരിക്കാൻ ഇപ്പോൾ പാർട്ടിക്ക് കഴിയില്ലല്ലോ. പണ്ട് TV തോമസിനെയും ഗൗരിയമ്മയെയും 2 വഴിക്കാക്കിയ പാർട്ടിയാണിത്. ഭാര്യയ്ക്ക് വീട്ടിൽ പോയി പൊറുക്കാൻ വരെ പാർട്ടി അനുവദിക്കണമെന്ന് മാലോകരെ അറിയിക്കാനുള്ള ഒരു ഉഡായിപ്പ് വാർത്തയാണിത്. ഈ കുട്ടിയെ കൺവട്ടത്ത് കണ്ടാൽ കോർപ്പറേഷൻ ഒന്നടങ്കം മറുവശത്തിന് പോകുമെന്ന് ഗോവിന്ദൻ കബഡി നിരത്തി കണ്ടുപിടിച്ചു. ലണ്ടനിൽ നിന്നും അവാർഡ് സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ന്യൂയോർക്ക് മേയർക്ക് വരെ പ്രചോദനമായ നമ്മുടെ കുഞ്ഞു മേയർക്ക് പക്ഷേ ഇത്തവണ എന്തേ പാർട്ടി സീറ്റ് കൊടുക്കാതിരുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, എന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ അനുവദിക്കൂ എന്നാണ് ആര്യ രാജേന്ദ്രൻ്റെ ആവശ്യം. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കാരൻ സച്ചിൻ ദേവാണ് ആര്യയുടെ ഭർത്താവ്. ഭർത്താവിന് ഭാരിച്ച പണി, ഭാര്യയ്ക്ക് തിരുവനന്തപുരത്ത് ഭാരിച്ച പണികൾ. എന്തായാലും രണ്ടുപേരുടെയും ഭാരിച്ച ഉദ്യോഗം അവസാനിക്കുകയാണ്. ഇനി വിശ്രമിക്കാൻ പോകൂ സഖാക്കളെ. ജനങ്ങൾക്ക് വേണ്ടി കുടുംബം മറന്നുള്ള പ്രവർത്തനമായിരുന്നു ഇരുവരുടെയും. എന്നാൽ പാർട്ടി ഇത്തവണ വിശ്വോത്തര കുഞ്ഞുമേയർക്ക് സീറ്റ് കൊടുക്കാതെ ചതിച്ചു കളഞ്ഞു. ന്യൂയോർക്ക് വരെ മാതൃകയായ മേയർക്ക് എന്താ സീറ്റ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിലും വലിയ പദവിയിലേക്ക് നിയമിക്കുകയാകുമോ ഇനി പാർട്ടി? ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യയെന്നാണ് ഗോവിന്ദൻ ഇന്നലെയും പറഞ്ഞത്. ആര്യയെ ശ്രദ്ധിച്ച് ലോകം അവരുടെ പണി ഉഴപ്പിയതോടെ ലോകരാജ്യങ്ങൾ പാർട്ടിയോട് പറഞ്ഞു, ദയവായി ആര്യയെ ഒന്ന് മാറ്റി നിർത്തൂ. എല്ലാവരും ആര്യയെ തന്നെ നോക്കിയിരിക്കുന്നതിനാൽ ആ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരുന്ന അവസ്ഥയായി. അത്രയ്ക്കായിരുന്നു ആരാധന. ആര്യയ്ക്ക് സീറ്റ് നൽകാത്തത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും ജനം വെറുത്തതിനാൽ എങ്ങും നിർത്താനാകില്ലെന്നും ഗോവിന്ദനും അറിയാം, അത് നാട്ടുകാർക്കും അറിയാം. പക്ഷേ അത് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് നോവും. അപമാനിക്കാതെ എന്നെ പറഞ്ഞു വിടണമെന്ന് മാത്രമേ ആര്യയ്ക്കും ആഗ്രഹമുള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കുട്ടിയെ നേമത്ത് മത്സരിപ്പിക്കുമെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനല്ലേ പാർട്ടി പറയൂ? കോഴിക്കോട്ടെ 10 വീട്ടിൽ പോയി പൊറുതി തുടങ്ങിയാൽ പിന്നെ നേമത്തുകാർ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് മേയറായി ലോകരാജ്യങ്ങളെ വീണ്ടും കൊതിപ്പിക്കണമായിരുന്നു. വിപ്ലവത്തിൻ്റെ താളത്തിൽ നടന്നു വരുന്ന ആര്യ രാജേന്ദ്രൻ റീൽസുകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തിട്ട് വേണം ആര്യയെ കോഴിക്കോടിന് വിടണോ എന്ന് തീരുമാനിക്കാൻ. തീരുമാനം PBയും കേന്ദ്ര കമ്മിറ്റിയും അനുവദിച്ചാൽ ലോകരാജ്യങ്ങളുടെ തീരുമാനത്തിന് വിട്ടേക്കും. അവരും സമ്മതം മൂളിയാൽ മാത്രമേ കോഴിക്കോട്ടേക്ക് പോകാൻ കഴിയൂ. അതോടെ ആര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. കോഴിക്കോട്ടെ ബസ് ഡ്രൈവർമാർ ഇപ്പോൾ തന്നെ ഭയപ്പാടിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കമ്മ്യൂണിസത്തെ തന്തയ്ക്ക് വിളി കേൾപ്പിച്ച 3 സഖാത്തികളാണ് കേരളത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചത്. ആര്യയും ദിവ്യയും വീണയും. ഈ 2 അക്ഷരങ്ങൾ കൊണ്ട് അവർ നേടിയ വെറുപ്പിൻ്റെ ലോകം അത്രയ്ക്ക് വലുതാണ്. കയറഴിഞ്ഞ പശുക്കളെ പോലെയാണ് ഈ വനിതാ നേതാക്കൾ പ്രവർത്തിച്ചത്. കമ്മികൾ മകുടിയൂതി പാമ്പാട്ടികളെ പോലെ ഈ മൂവരെയും ആടിക്കുകയായിരുന്നു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയേറെ വെറുപ്പ് എന്നാണ് ഈ സംഘം പറഞ്ഞു നടക്കുന്നത്. വ്യക്തികളുടെ കയ്യിലിരിപ്പാണ് പ്രസ്ഥാനത്തിന് ദുഷ്പേര് വാങ്ങിക്കൊടുക്കുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ചിന്ത, ദിവ്യ, ആര്യ, വീണ എന്നീ സഖാത്തികളെ ജനങ്ങൾ എത്രമാത്രം അവമതിപ്പോടെയാണ് കാണുന്നതെന്ന് അവരുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോയ്ക്കും താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഒരെണ്ണത്തിനെ കളത്തിലിറക്കിയാൽ മതി ആ ജില്ലയിലെ മുഴുവൻ സൃഷ്ടികളും നഷ്ടമാകാൻ. സൈബർ കമ്മികൾ ഊതിവീർപ്പിച്ച ലോകത്തിൻ്റെ സൃഷ്ടി മാത്രമാണ് ഇവരൊക്കെ. ചിന്തയാണെങ്കിൽ യുവജന കമ്മീഷൻ ചെയർമാനായതോടെ പാർട്ടിക്ക് തൃപ്തിയായി. ഒരു വാഴക്കല കൂടി സ്വന്തമാക്കിയതോടെ ജനങ്ങളാൽ പരിഹസിക്കപ്പെട്ടു.
ദിവ്യയെ 7 അയലത്ത് കയറ്റിയാൽ പാർട്ടി 8 നിലയിൽ പൊട്ടുമെന്ന് കണ്ണൂരെ സഖാക്കൾക്കറിയാം. ആര്യയുടെ രാഷ്ട്രീയ ജീവിതവും ഏതാണ്ടൊക്കെ കോഞ്ഞാട്ടയായി. ആര്യ തലസ്ഥാനത്ത് നിന്നാൽ ഒറ്റ വാർഡ് പോലും കിട്ടില്ലെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. ഇതുവരെ ലോകരാജ്യങ്ങൾ സമ്മാനിച്ച 31 അവാർഡുകൾ ചാക്കിലാക്കി പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ആര്യ രാജേന്ദ്രൻ. ഡിവൈഎഫ്ഐ നേതാവ് ഡബിൾ എ റഹീം ചുവന്ന കൊടി വീശി യാത്രാനുമതി നൽകും. എന്നിട്ട് പറയും പോട്ടെ വണ്ടി കോഴിക്കോട്ടേക്കെന്ന്. ആ യാത്ര കണ്ട് നഗരത്തിലെ പട്ടംതാണുപിള്ള മുതൽ സകല സ്റ്റാച്ചുവും കൈകൾ ഉയർത്തും. വീണയുടെ ആരോമൽ തോഴിയായ ആര്യ രാജേന്ദ്രനോട് പോകേണ്ടതില്ല കുട്ടി എന്ന് എന്തുകൊണ്ടാണ് പിണറായി ഒരു വാക്ക് പറയാത്തത്? പിണറായിയെപ്പോലെ തന്നെ പാർട്ടിയെ വെറുപ്പിക്കൽ പ്രസ്ഥാനമാക്കിയവരാണല്ലോ സാർ അവരും. ന്യൂയോർക്കിനെ മുതൽ ലോക രാജ്യങ്ങളെ വരെ പ്രചോദിപ്പിച്ച ആര്യ കോഴിക്കോട്ട് ചെന്ന് എന്ത് ചെയ്യാനാണ്? ബാലുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി ചിലപ്പോൾ പ്രവർത്തിക്കുമായിരിക്കും. ഈ പാർട്ടി ചെയ്യുന്ന ദ്രോഹം ഇതാണ്. പൊക്കുന്ന കാലത്തങ്ങ് പനയോളം പൊക്കിക്കൊടുക്കും. വേണ്ടെന്ന് വെച്ചാൽ അതേപോലെ പൊക്കി താഴെയിടും. ലണ്ടനിൽ നിന്നും കിട്ടിയ അവാർഡ് വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടി വേണം കോഴിക്കോടിന് പോകാൻ. ആളുകൾക്കൊന്ന് അടുത്ത് കാണാനായി വാഹനം കവലകളിൽ നിർത്തി കൊടുക്കണം. മൂക്കാതെ പഴുത്ത പഴമായാലും മൂത്ത വാസുവായാലും ഈ പാർട്ടി നൽകുന്ന പദവികളിലെത്തിയോ പിന്നെ നിലത്തും താഴെയുമല്ല. പാലാഴി കടഞ്ഞപ്പോൾ പല ദിവ്യവസ്തുക്കളും പൊങ്ങി വന്നു. അങ്ങനെ പൊങ്ങി വന്നതാണ് ഞാനെന്ന മട്ടിൽ നടക്കുന്ന പിണറായിയാണ് സകലതിനെയും വളർത്തി നശിപ്പിച്ചതിൽ പ്രധാനി. ജനങ്ങൾ വല്ലാതെ വെറുത്തുപോയ ഇവരുടെ വനിതാ നേതാക്കളുടെ പേരുകൾ ഇനി പറയുന്നില്ല. അത് പകൽ പോലെ വ്യക്തമാണല്ലോ. അതിലൊന്നിനെ നാട് കടത്താനുള്ള ഉത്തരവാദിത്വവും പാർട്ടി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. പോയി വരൂ കുട്ടി, പോയി വരൂ.